So recording has started. I'm trying to present my screen so that those of you who don't have the text can see the PDF. ഈ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ PDF? Yes, ma'am. Yeah, okay. So, some of you may not have the text introducing literature. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന മൊഡ്യൂൾ 2 പോളിഫണി ഇൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളാണ്. 4 മൊഡ്യൂളാണ് ടെക്സ്റ്റ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗൂഗിൾ ക്ലാസ് റൂം ആക്സസ് ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും ആ PDF കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് ഡയറക്ട്ലി നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് ഫോട്ടോ എടുത്തുണ്ടാക്കിയ PDF ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തൽക്കാലം നോക്കാം. ആൻഡ് ഐ ഹാഡ് ഓൾസോ ആസ്ക്ഡ് യു ഗൈസ് ടു വാച്ച് എ വീഡിയോ. ആ ഗൂഗിൾ ക്ലാസ് റൂമിലുള്ള ഒരു വീഡിയോ. അപ്പൊ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗൂഗിൾ ക്ലാസ് റൂം ആക്സസ് ചെയ്യാൻ പറ്റിയവരെല്ലാം ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. അല്ലാത്തവര് പിന്നീട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ട്രൈ ടു വാച്ച് ഇറ്റ്. 1 second. Yeah. Okay. So, this module is called polyphony in text. So before we get into the actual text, let us look at the meaning of this title, polyphony in text. എന്താണ് polyphony, എന്താണ് text എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. Text എന്ന് പറഞ്ഞാൽ എന്താ? Can anybody tell the answer to that question? What do you understand by text? Anybody? സാധാരണ നമ്മൾ ടെക്സ്റ്റ് എന്ന് കേൾക്കുന്ന എപ്പോഴാണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുമ്പോഴാണ് അല്ലെ? ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഇറ്റ് റെഫേഴ്സ് ടു എനിക്ക് റിട്ടൺ മെറ്റീരിയൽ. അനസൂയ, വെരി ഗുഡ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക് നമ്മൾ റിട്ടൺ മെറ്റീരിയലിനെയാണ് പറയുന്നത്. വെരി ഗുഡ് ആൻസർ. സോ ഇറ്റ് ക്യാൻ ബി എനി കൈൻഡ് ഓഫ് റിട്ടൺ മെറ്റീരിയൽ. ഇറ്റ് ക്യാൻ ബി സ്റ്റോറീസ്, പോയംസ്, നോവൽസ് പോലെയുള്ള കഥകളൊക്കെ ആവാം. ഓർ ഇറ്റ് ക്യാൻ ഈവൻ ബി നമ്മുടെ ഇലക്ഷൻ നോട്ടീസ് അല്ലെ? എന്ത് തരം റിട്ടൺ മെറ്റീരിയലിനെ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ റിട്ടൺ മെറ്റീരിയലിനെ മാത്രമല്ല പലതരം മെറ്റീരിയൽ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് കാണാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത് എന്തും ടെക്സ്റ്റ്. എനി മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി റെഡ് ആൻഡ് ഇന്റർപ്രറ്റഡ് ക്യാൻ ബി കൺസിഡേർഡ് എ ടെക്സ്റ്റ്. വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പുസ്തകം വായിക്കുന്ന പോലെ വായിക്കല്ല, വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പറയുമല്ലോ, വായിച്ചെടുക്കുക. സോ a film can be considered a text because you can watch a film and then try to interpret it. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിന്റെ ഉള്ളിലുള്ള മീനിങ്സ് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള എന്ത് ടെക്സ്റ്റിനെയും നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പൊ റിട്ടൺ മെറ്റീരിയൽ എന്നാണ് ട്രഡീഷണലി സാധാരണ നിലയ്ക്ക് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ റിട്ടൺ ആവണമെന്നില്ല. എനി കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് ഓർ എനി കൈൻഡ് ഓഫ് മെറ്റീരിയൽ വിച്ച് we can study, which we can understand, അതിനെല്ലാം നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയാൻ പറ്റും. Even so, in literary studies, generally we refer to written material when we talk about text. അപ്പൊ ടെക്സ്റ്റ് എന്താണ് എന്ന് നമുക്ക് ഏകദേശം ക്ലിയർ ആയി. ആ ടെക്സ്റ്റിലെ പോളിഫണി എന്താണ്? Later in your, I think on page 56 of your textbook, there is a meaning or the meaning of the word polyphony is given. Polyphony literally means many voiced. അതാണ് അതിന്റെ മീനിങ്. സോ പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ POLY, പോളി മീൻസ് മെനി, സെവറൽ, ഒരുപാട് എന്നുള്ള അർത്ഥമാണ്. ഫോണോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സൗണ്ട്, ശബ്ദം. സോ പോളിഫണി മീൻസ് മെനി സൗണ്ട്സ് ഓർ മെനി വോയിസസ്. അതാണ് അതിന്റെ ലിറ്ററൽ മീനിങ്. അതിനെ that term, you later we see that term was first used by a Russian critic named Mikhail Bakhtin. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. സംടൈംസ് ചില സമയത്ത് വൺ വേർഡ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വിച്ച് ക്രിട്ടിക് കേം അപ്പ് വിത്ത് ദ വേർഡ് പോളിഫോണിക് എന്നൊക്കെ ചോദിച്ചാൽ മിഖായൽ ബഖ്തിൻ എന്ന് പറയുന്ന റഷ്യൻ ക്രിട്ടിക് ആണ്. റഷ്യൻ നോവലിസ്റ്റ് ആയ ഡസ്റ്റോസ്കിന്റെ വർക്ക്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. സോ വിൽ കം ടു ദാറ്റ്. ബട്ട് ബേസിക്കലി സോ പോളിഫോണി ഇൻ text, that is the idea. Now what does this mean when we say that a text has many voices? The idea is that usually when we have a text, somebody will have written the text. So that work or the text will be speaking in the voice of the person who has written the text. But if it is a story,
The author may not be the person who is speaking. ഓതറിന്റെ സൈഡിൽ നിന്നാണ് ഓതർ എഴുതിയ കഥയാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു കഥാപാത്രമായിരിക്കും സംസാരിക്കുന്നത്. ഒരു കഥ പറയുന്ന ഒരു കഥാപാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും നമ്മൾ ആ കഥ കാണുന്നത്. അപ്പൊ ആ കഥാപാത്രത്തിന്റെ വോയിസ് ആണ്. യു ആർ റീഡിങ് ദാറ്റ് സ്റ്റോറി ഇൻ ദ വോയിസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ, ഫ്രം ദ പെർസ്പെക്റ്റീവ് or the point of view of that particular character. But a story will not have only one character. The story will have many characters. And sometimes the story will be told from the point of one character, sometimes from the point of view of many characters, sometimes from the point of view of none of these characters. അങ്ങനെ പല രീതിയിൽ നമുക്ക് കഥകൾ വായിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ മിനി വോയിസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്രീഫ് ആയിട്ട് പറഞ്ഞാണ്, as we go into the text we will understand it in more detail. Okay, so this is where we start. So this textbook starts, this module starts by talking about a talk by a Nigerian novelist, Chimamanda Adichie. And the talk is called The Danger of a Single Story. This is the YouTube video which I had asked you to watch. So those of you who have not watched it yet, don't worry, you can watch it after this class. But it is a very, very nice talk. It will be very good if you watch it. So her talk is titled The Danger of a Single Story. A single story is dangerous. What does that mean? A single story. So can somebody who watched that video briefly tell me what that means? The danger of a single story. What does Chimamanda mean by that? ഇവിടെ ഉണ്ടോ മനുഷ്യര്? ഉറങ്ങിപ്പോയോ? Dears, can you hear me? ആരും കാണാത്തതുകൊണ്ടാണ് ഉത്തരം പറയാത്തത്. That is okay. Okay, you are all there and you can hear me. Fine, fine. Okay, so what Chimamanda talks about in that, stereotypes are formed. Very good, Nilima. Stereotypes are formed, and then what else? How are stereotypes formed? When are stereotypes formed? Anasuya, it speaks about the rigidness in perspective and the method of how a story progresses. Okay, good. So I think those of you who watched it have got an idea. അല്ലേ? എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോറി, Devika, a single story is incomplete. Very good. So all these are ideas. Madi, any more points? Okay, so let us continue. These are all correct. So the idea is that if there is a single story about one thing, a single story means a particular incident is described only from a single perspective. അങ്ങനെയാണെങ്കിൽ it is dangerous because, as many of you said, it is incomplete. It tells only, it is one-sided. ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് നമ്മൾ അതിന്റെ കഥ മനസ്സിലാക്കുന്നത്, ഒരാളുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അണ്ടർസ്റ്റുഡ് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേ. ആൻഡ് അങ്ങനെ ഒരാളുടെ സൈഡിൽ നിന്ന് മാത്രം കാണുന്നതുകൊണ്ടാണ് എന്ത്, നമ്മൾ മറ്റുള്ളവരെ, നമ്മളെ പോലെ അല്ലാത്തവരെ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നത്. Mainly it says that stereotypes that surround that story might be correct but not complete. Yes, thank you, Anasuya. That is also quite correct. അപ്പൊ സ്റ്റീരിയോടൈപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ പറ്റിയിട്ട് all women are like this അല്ലെങ്കിൽ all men are like this എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റീരിയോടൈപ്പ് ആണ്. അതായത് ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഒരു കാര്യം നമ്മൾ പറയുന്നു, അതാണ് സ്റ്റീരിയോടൈപ്സ് അല്ലെ. അപ്പോ അതിൽ ചിലപ്പോൾ ചില സ്ത്രീകൾ അങ്ങനെ ഉണ്ട്. all girls like pink, that is a stereotype. There may be a lot of girls who like pink, but there may also be a lot of girls who don't like pink. So the stereotype comes when you only see things from the perspective of girls who like pink, or from an outside perspective, you only look at the girls who like pink and say that all girls like pink. അതുപോലെ. So I think all of you now have a clear idea of what stereotypes are and how they are formed. So Chimamanda Adichie talks about a particular incident that happened in her life.
So when she was growing up in Nigeria, she had a domestic help named Fide who lived in her house. വീട്ടില് പണിയൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഫിദെ എന്ന് പറഞ്ഞിട്ട്. And Adichi's mother, Chimamanda's mother, used to say that Fide's family is very poor. So whenever the mother talked about the family, she was always saying, oh, these poor people, they have no money, they can't do anything like that. So the mother's, according to the mother's perspective, in the mother's account, the family was figured. Figured means they were represented. They were avare patti parayunnathu endanu only as being poor. But one day Adichi visited the boy's family and she was able to see that there was she found a beautifully patterned basket made of dyed raffia that his brother had made. അപ്പൊ ഈ കുട്ടിന്റെ ബ്രദർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാസ്കറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, നിങ്ങൾ തന്നെ പലർക്കും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. സോ യു വിൽ നോ ഹൗ മച്ച് വർക്ക് ഗോസ് ഇൻ ടു ദാറ്റ് ആൻഡ് ഹൗ ടാലന്റഡ് യു ഹാവ് ടു ബി ടു മേക്ക് സച്ച് ബ്യൂട്ടിഫുൾ പാറ്റേൺഡ് ബാസ്കറ്റ്സ്. സോ when Adichi went to the boy's house, she saw this basket and she got to know that the boy's brother had made that basket. And then she says this, I was startled. It never occurred to me that anybody in his family could actually make something. All I had heard from them was how poor they were, so that it had become impossible for me to see them as anything else but poor. Their poverty was my single story of them. അപ്പോ അവിടെ ചെന്ന് ഈ പാവപ്പെട്ട വീട് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അവരുടെ വീട്ടിൽ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? ഇത്ര മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ കുട്ടിയുടെ ബ്രദർ. അപ്പൊ ആ വീട്ടിൽ ഇത്രയും ജീനിയസ് ആയിട്ട്, ഇത്രയും ടാലന്റഡ് ആയിട്ട് ഒരു ക്രാഫ്റ്റ്സ്മാൻ ഉണ്ട് എന്ന് അവൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഷി ഹാഡ് ഓൺലി ഹേർഡ് ദാറ്റ് ദേ ആർ പുവർ. അവര് പുവർ ആയിരിക്കാം, പക്ഷെ അവരിൽ വേറെ പല ആസ്പെക്ട്സും ഉണ്ടാവാം. So however, when you only hear that they are poor, then you don't think of any of the other aspects. അവരുടെ ജീവിതത്തിലെ മറ്റ് പല ആസ്പെക്ട് ഉണ്ടാവാം. അപ്പൊ ഒരു കുട്ടി പുവർ ആണെന്ന് പറഞ്ഞിട്ട് that doesn't define the child completely. That doesn't define the child completely. Rather, എന്താണ്, that is only one aspect of their personality. That is only one aspect of their identity. But if you allow that one aspect to become your single story about them, then you will not be able to understand them completely. അതാണ് അഡീച്ചിക്ക് സംഭവിച്ചത്. ഫിദേന്റെ ഫാമിലി പുവർ ആണ്, ശരിയാണ്, പുവർ ആണെന്നുള്ളത് തെറ്റല്ല. പക്ഷെ അവര് പുവർ മാത്രമല്ല, അവര് വേറെ പലതുമാണ്. അതെല്ലാം മറ്റ് സ്റ്റോറീസ് ആണ്. ആ സ്റ്റോറീസ് നമ്മൾ അറിയുന്നില്ല. ഒരു സ്റ്റോറി മാത്രമാണ് അവരെ പറ്റി നമുക്കുള്ളത്, അഡിച്ചിക്കുള്ളത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ബാസ്ക്കറ്റ് കണ്ടപ്പോൾ അദിച്ചി ഷോക്ക്ഡ് ആയി പോയത്. Now, എന്താണ് ഈ സിംഗിൾ സ്റ്റോറി? സ്റ്റോറീസ് ആർ ഓഫ് കോഴ്സ് a matter of perspective. Every story we listen to or read is told or written from a certain point of view. Perspective, point of view എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മീനിങ് ആണ്. പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? പോയിന്റ് ഓഫ് വ്യൂ, ഇത് യു ക്യാൻ നോട്ട് ദിസ്. ഓക്കെ, പോയിന്റ് ഓഫ് വ്യൂ ഇസ് ദ ആംഗിൾ, the voice, the perspective from which a writer tells a story. ഒരു എഴുത്തുകാരൻ ഒരു കഥ പറയുന്നത് ഏതൊരു ആംഗിളിൽ നിന്നാണ്, ആരുടെ ശബ്ദത്തിലാണ്, ആരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്, അതിനെയാണ് ആ കഥയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നമ്മൾ പറയുന്നത്. And you know that in grammar we have different persons, like first person, second person, third person, alle. So I, we എന്നൊക്കെ പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. ആരാണോ ഒരു സെന്റൻസ് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കഥ പറയുന്നത്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ. ഐ അല്ലെങ്കിൽ വി, ഞാൻ, ഞങ്ങൾ, ദാറ്റ് ഇസ് ഫസ്റ്റ് പേഴ്സൺ. ആരോടാണ് ഈ കഥ പറയുന്നത്? ദാറ്റ് ഇസ് എ സെക്കൻഡ് പേഴ്സൺ. ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഗ്രാമറിന്റെ കാര്യത്തിൽ ഒരു സെന്റൻസ് ആരോടാണ് പറയുന്നത്? യു ആസ് ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ, അതാണ് സെക്കൻഡ് പേഴ്സൺ. ആൻഡ് തേർഡ് പേഴ്സൺ ഗ്രാമറിൽ എന്താണ്? ഈ പറയുന്ന ആളും കേൾക്കുന്ന ആളും അല്ലാതെ മൂന്നാമതൊരാൾ, അതാണ് തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ഇസ് നൈദർ ദ സ്പീക്കർ നോർ ദ ലിസണർ ബട്ട് സംബഡി എൽസ് അബൌട്ട് ഹൂം സംതിങ് ഈസ് ബീയിങ് സെഡ്. മറ്റൊരാളെ പറ്റി നമ്മൾ സംസാരിക്കുകയാണ്, ആ ആള് ഇല്ല ഇവിടെ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഗ്രാമറിൽ തേർഡ് പേഴ്സണിന് വേണ്ടി പറയാ? ഹി,
she, it. ഇത് മൂന്നും തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ആൻഡ് they is തേർഡ് പേഴ്സൺ പ്ലൂറൽ. he, she, it, they. ഇതെല്ലാം തേർഡ് പേഴ്സൺ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബട്ട് ദിസ് ഇസ് വെരി, ഈ ഗ്രാമറിലെ ഈ നമ്മളുടെ പേഴ്സൺസ് എന്ന് പറയുന്ന സംഭവം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു തിങ്ക് അബൌട്ട് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ സ്റ്റോറി. നൗ, എന്തൊക്കെ തരം പോയിന്റ്സ് ഓഫ് വ്യൂ പോസിബിൾ ആണ്? A writer may tell the story from his own point of view or the point of view of a character who plays either a major or a less important role in the text. Note that the writer uses the pronoun I. സോ ചിലതരം കഥകളില് ഐ എന്ന് പറഞ്ഞിട്ടാണ് കഥ എഴുതുന്നത്. ഐ എന്ന് പറയുന്ന പ്രോനൗൺ, ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ പറയുന്നത്. അതൊന്നെങ്കിൽ എഴുത്തുകാരൻ അയാളുടെ തന്നെ അല്ലെങ്കിൽ അവരുടെ തന്നെ പോയിന്റ് ഓഫ് വ്യൂ എന്നായിരിക്കും പറയുന്നത്, ഫ്രം ഹിസ് ഓർ ഹെർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെ ആവാം. അല്ലെങ്കിൽ അതിലെ ഒരു ക്യാരക്ടറിന്റെ, ആ കഥയിലെ ഒരു ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന്, ആ ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും ആ കഥ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എഴുത്തുകാരന്റെ തന്നെ കഥയാണെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ ഐ എന്ന പ്രോനൗൺ, ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ, റെഫേഴ്സ് ടു ദ ബോത്ത് ദ റൈറ്റർ ആൻഡ് ദ ക്യാരക്ടർ ഹൂ ഈസ് ടെല്ലിംഗ് ദ സ്റ്റോറി. എഴുത്തുകാരന്റെ കഥയല്ല, മറ്റൊരു അതിലൊരു കഥാപാത്രത്തിന്റെ കഥയാണെങ്കിൽ ഐ എന്ന് പറയുന്ന പ്രോനൗൺ ദാറ്റ് റെഫേഴ്സ് ടു ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ. ദാറ്റ് കുഡ് ബി എ മേജർ ക്യാരക്ടർ ഓർ എ മൈനർ ക്യാരക്ടർ. Major character is a most very important character. Minor character means a less important character. അത് ഏത് വേണമെങ്കിലും ആവാം. ഇങ്ങനെയുള്ള കഥകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? This is called the first person point of view. A story written in a first person point of view will use the pronoun I. I, me, my എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ കഥ പറയുന്നത്. സോ a story will be told from the point of view of one character and the pronoun used will be I. Clear ആണല്ലോ? This is called a first person point of view. And as an example, R.L. Stevenson's Treasure Island uses the voice of the protagonist Jim Hawkins to narrate the story. ഒരു children's story ആണ് ട്രഷർ ഐലൻഡ്. ഒരു നോവലാണ്. R.L. Stevenson എഴുതിയിട്ടുള്ള ഒരു 19th century നോവലാണ് ട്രഷർ ഐലൻഡ്. Some of you must have read it. It's an adventure story. And a young boy named Jim Hawkins is the protagonist of the story. Protagonist means the main character. The hero അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ നമ്മൾ പറയുന്നതിനാണ് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയാം. അപ്പൊ ആ കഥയിലെ പ്രൊട്ടാഗണിസ്റ്റ് ആയ, ആ നോവലിലെ പ്രൊട്ടാഗണിസ്റ്റ് ആയ ജിം ഹോക്കിൻസ് എന്ന് പറയുന്ന കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്, ആ കുട്ടിയുടെ വീക്ഷണ കോണിൽ നിന്നാണ് നമ്മൾ ഈ കഥ കാണുന്നത്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ നോവൽ റിട്ടൺ ഫ്രം ദ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. നെക്സ്റ്റ് വൺ. In The Adventures of Sherlock Holmes by Arthur Conan Doyle, the narrator is Dr. Watson, who plays the sidekick to the detective Holmes. The Adventures of Sherlock Holmes is a series of, it is a collection of short stories by Sir Arthur Conan Doyle. Some of you may have read it, and these are detective stories. Sherlock Holmes is a famous detective, and all the stories are told from the perspective of his friend, Dr. Watson. So Sherlock Holmes and Dr. Watson together solve a lot of cases, but the story is not told from Holmes's perspective, even though he is the protagonist. Main character Holmes ആണെങ്കിലും അതിലെ കഥാനായകൻ ഹോംസ് ആണെങ്കിലും ഹോംസിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നല്ല നമുക്ക് കഥ വായിക്കാൻ പറ്റുന്നത്. പകരം ഈ ഹോംസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുന്ന, വീക്ഷിക്കുന്ന ഡോക്ടർ വാട്സൺ എന്ന് പറയുന്ന ഒരു സൈഡ് ക്യാരക്ടറുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഈ കഥ കാണുന്നത്. നിങ്ങളിപ്പോ ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സിനിമകളിലും അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച പല കഥകളിലും ഇതുപോലെ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നും അതിന്റെ 1-2 എക്സാമ്പിൾസ് പറഞ്ഞതും ക്ലിയർ ആയിരിക്കും. എനി ഡൗട്ട് സോ ഫാർ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ I will continue with the next section. Okay, thank you, Anasuya. So, am I going too slow? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? പെട്ടെന്ന് കുറച്ചും കൂടി സ്പീഡിൽ പറയണമെന്നുണ്ടോ? അതോ this is okay for you to take notes and all? This is fine, അല്ലേ? Okay, thanks. Okay, so now we will continue.
So that was first person point of view. ഈ സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം സെക്കൻഡ് പേഴ്സൺ ആരാണ് നമ്മൾ പറഞ്ഞത്? യു ആണ്. അപ്പൊ നമ്മൾ ഐ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ കാണാം. ഹി ഷീ ഒക്കെ പറഞ്ഞിട്ടും കഥകൾ കാണാം. തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ, വിൽ കം ടു ദാറ്റ് ഇൻ എ മൊമെന്റ്. ബട്ട് യു എന്ന് പറഞ്ഞ കഥകൾ വളരെ കുറവാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റൈറ്റ് സ്റ്റോറീസ് വേർ ദ മെയിൻ ക്യാരക്ടർ ഇസ് യു. ഹൂ ഇസ് യു? വെൻ യു ആർ റീഡിംഗ് ദ സ്റ്റോറി, ദ റീഡർ ഇസ് യു അല്ലേ? യു എന്ന് പറയുമ്പോൾ നമ്മൾ റീഡറെയാണ് വിചാരിക്കുക. അപ്പൊ അങ്ങനെ റീഡറിനെ ആക്ച്വൽ സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കഥകൾ എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും അങ്ങനെ ചില എക്സ്പെരിമെന്റൽ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് എ നോവൽ കോൾഡ് ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് എ ട്രാവലർ. That is written by the Italian writer Italo Calvino. If on a winter's night a traveler by Italo Calvino is an example of, I don't think I should do this. I will give you the, the QI maruno. Okay, if on a winter's night a traveler, which is a novel by Italo Calvino. I'll just come back to that in a moment. So that is one of the few examples of novels written in the second person perspective. In that novel, actually, it is as if the reader is the main character. But it is an experimental novel. അങ്ങനെ പറ്റുള്ളൂ. റീഡർ പോയിട്ട് ഒരു ബുക്ക് വാങ്ങുന്നു, ആ ബുക്ക് തുറന്ന് വായിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, എന്നിട്ട് ആ റീഡർ ഒരു മെയിൽ റീഡറാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ മെയിൽ റീഡർ വേറൊരു ഫീമെയിൽ റീഡറിനെ കാണുന്നു, അവർ തമ്മിലുള്ള പരിപാടികൾ, ഇങ്ങനെയൊക്കെ എഴുതിയ ഒരു നോവലാണ് ഇറ്റാലോ കാൽവിൻ If on a winter's night a traveler. So this is the novel. Sorry, my net is very slow. Okay, so that is one of the few If on a winter's night a traveler by Italo Calvino. So വെറുതെ പറയാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയ ഒരു നോവലാണെന്ന്. പക്ഷെ ഇതൊരു എക്സ്പെരിമെന്റൽ നോവൽ ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള അധികം നോവലുകൾ ഉണ്ടാവില്ല, അധികം സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവില്ല. We can actually check and find some examples. But the most common types of points of view are first person and third person. ഇനി അടുത്തത് third person point of view. The story may also unfold through the voice of an observer who is not involved or who does not involve himself or herself in the happenings of the narrative, but speaks from a third person point of view. ആ സംഭവിക്കുന്ന ഹാപ്പനിങ്സ്, സംഭവങ്ങൾ, ആ കഥയിലെ നാരറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു കഥയിലെ സംഭവ വികാസങ്ങളില് ഭാഗമല്ലാത്ത ഒരാള്, അതിൽ ഇൻവോൾവ് അല്ലാത്ത ഒരാള് ആ കഥ പറഞ്ഞു തരികയാണെങ്കിൽ, ഒരു ഒബ്സർവർ, ദൂരെ നിന്ന് അത് നിരീക്ഷിക്കുന്ന ഒരാള് ആ കഥ പറഞ്ഞുതരാണ്, അയാളുടെ വോയിസിൽ കൂടെ കഥ പറയുകയാണെങ്കിലാണ് we call it third person point of view. In this instance, the narrator does not speak as I, but rather he or she sees and knows everything that happens to the characters or occurs in the frame of the story. അപ്പോ I എന്ന് പറഞ്ഞിട്ടാവില്ല ഈ narrator പറയുന്നത്, but rather that narrator will be talking about different people, different things that happen in the story. So he will say, he said that, she did this, they did that, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് he, she, it, they ഒക്കെ അതിൽ വരുന്നുണ്ടാവും. തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവില് ഐ എന്നുള്ള രീതിയിലല്ല അത് കഥ പറയുക, ബട്ട് ആരെയോ പറ്റി പറഞ്ഞൊരു കഥയായിട്ടാണ് നമ്മൾ അത് കാണുന്നത്. ബട്ട് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ തന്നെ പലതരത്തിലുണ്ട്. The third person point of view may be also limited when the narrator knows the thoughts, feelings and actions of only one character. അങ്ങനെ നോക്കിയാൽ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ രണ്ട് തരത്തിലുണ്ട്. ഇറ്റ് മേ ബി omniscient or limited. Omniscient means omni means everything. Science എന്ന് പറഞ്ഞാൽ knowledge. Omniscient means knowing everything. So there is one type of third person point of view where the narrator knows everything that is happening. ആരെവിടെ പോയാലും narrator അറിയുന്നുണ്ട്. It is almost like God is telling the story, അല്ലെ? So the author or the narrator is like God, മുകളിൽ നിന്ന് നോക്കി ഓരോ സ്ഥലത്തും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഏത് കഥാപാത്രത്തിന്റെയും മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം, ഏതൊരു കഥാപാത്രം എവിടെ പോയി ഒളിച്ചാലും അവർക്ക് അതിനെപ്പറ്റി അറിയാം. അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ, തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിനെയാണ് നമ്മൾ omniscient third person point of view എന്ന് വിളിക്കുന്നത്. omniscient
all-knowing. So the narrator knows everything about the character. But there is also another kind of third-person point of view, which is called the limited third-person point of view. Limited third-person point of view. ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളുടെ തോട്ട്സ്, ഫീലിങ്സ്, ആക്ഷൻസ് ഒക്കെ മാത്രമേ ആ നെറേറ്റർക്ക് അറിയുള്ളൂ. നെറേറ്റർ ആരാ നമുക്കറിയില്ല. നെറേറ്റർ മേ നോട്ട് ഈവൻ ബി എ ക്യാരക്ടർ. ആരോ നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെയും കഥ പറഞ്ഞു തരുന്നില്ല. ഒരു കഥാപാത്രത്തിനെ ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെ നമ്മൾ തേർഡ് പേഴ്സൺ, ലിമിറ്റഡ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നമ്മൾ വിളിക്കുന്നു. സോ തേർഡ് പേഴ്സൺ രണ്ട് തരത്തിലുണ്ട്, omniscient ആൻഡ് ലിമിറ്റഡ്. നൗ ദേ ഹാവ് ഗിവൺ 2 passages from 2 different novels. Both of them are written in the third person point of view, but they are slightly different. So let us quickly read these 2 passages. The first one is from a novel called 1984 by George Orwell. So this is the quote from the novel. Winston hardly knew Tillotson and had no idea what work he was employed on. People in the records department did not readily talk about their jobs. In the long windowless hall, with its double row of cubicles and its endless rustle of papers and hum of voices murmuring into speaker rights, there were quite a dozen people whom Winston did not even know by name, though he daily saw them hurrying to and fro in the corridors or gesticulating in the 2 minutes hate. He knew that in the cubicle next to him, the little woman with sandy hair toiled day in, day out, simply at tracking down and deleting from the press the names of people who had been vaporized and were therefore considered never to have existed. So this was a quote from the novel 1984 by George Orwell. And here we can see that it is a third person narrative. I എന്നൊന്നും ആരും പറയുന്നില്ല. വിൻസ്റ്റൺ, ഹി, പീപ്പിൾ, ദേ എന്നൊക്കെയാണ് പറയുന്നത്. ലിറ്റിൽ വുമൺ, ഷീ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ തേർഡ് പേഴ്സൺ ആണ്, ബട്ട് ഹിസ് പെർസ്പെക്റ്റീവ് ഇസ് ലിമിറ്റഡ് ടു ദ വോയിസ് ഓഫ് എ സിംഗിൾ ക്യാരക്ടർ, ദാറ്റ് ഇസ് വിൻസ്റ്റൺ. വിൻസ്റ്റൺ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നമ്മൾ ഫോളോ ചെയ്യാണ്. വിൻസ്റ്റൺ എന്ത് ചിന്തിക്കുന്നു, വിൻസ്റ്റൺ എന്തറിയാം അതേ നമുക്കറിയുള്ളൂ. വിൻസ്റ്റൺ അറിയാത്തൊന്നും നമുക്കറിയില്ല. സോ ദർ ഇസ് ദിസ് ലിറ്റിൽ വുമൺ വിത്ത് സാൻഡി ഹെയർ. അവരെ പറ്റിയിട്ട് വിൻസ്റ്റൺ അറിയുന്നത് എന്താണ്? ഷീ വർക്ക്സ് ഇൻ ദ ക്യൂബിക്കിൾ നെക്സ്റ്റ് ടു ഹിം. അയാളുടെ തൊട്ടടുത്തുള്ള ക്യൂബിക്കിളിലെ ഓഫീസിലാണ് ആ സ്ത്രീ വർക്ക് ചെയ്യുന്നത്. ഷീ ഹാസ് സാൻഡി ഹെയർ, ബ്രൗൺ ഹെയർ ആണ്. ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഷീ ടോയിൽസ്, ഷീ വർക്ക്സ് ഹാർഡ്. എന്താണ് അവർ ചെയ്യുന്നത്? ആളുകളുടെ പേര് ട്രാക്ക് ഡൗൺ ചെയ്ത് ഡിലീറ്റ് ചെയ്യാണ് പ്രസ്സിൽ നിന്ന്. എന്താണ്? വേപ്പറൈസ് ചെയ്യപ്പെട്ട. ദിസ് ഇസ് എ ഡിസ്റ്റോപ്പിക് നോവൽ അബൌട്ട് ഹൗ ദ ഗവൺമെന്റ് കൺട്രോൾസ് ഓൾ ദ പീപ്പിൾ. ഓക്കെ, അപ്പൊ അതിൽ കഥയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്, ഗവൺമെന്റിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവര്. അവരെ ഗവൺമെന്റ് എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യും. അവരെ വേപ്പറാക്കി, ആവിയാക്കി മാറ്റും. ദേ ആർ ബേസിക്കലി കിൽഡ്, ദേ ആർ ഡിസ്ട്രോയിഡ്. അങ്ങനെ മരിച്ച ആളുകളുടെ പേര് പ്രസ്സിലൊന്നും വരാതെ, പത്രത്തിലും ഒന്നും വരാതെ ട്രാക്ക് ഡൗൺ ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നതാണ് ഈ സ്ത്രീയുടെ ജോലി എന്ന് വിൻസ്റ്റൺ അറിയാം. ഹീ ന്യൂ ദാറ്റ്. Because Winston knows that, we also know that. But we don't know the name of this woman because Winston doesn't know the name of her. Winston doesn't know her name. Similarly, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ആളുകളെ പറ്റി പറയുന്നുണ്ട്. വിൻസ്റ്റൺ കാണുന്നത് നമുക്ക് കാണാം, വിൻസ്റ്റൺ കാണാത്തതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. So this is an example of a limited third person point of view where we only see things happening from the perspective of one character. Okay. Now, the next quote or the next passage they have given is from the famous novel Pride and Prejudice by Jane Austen. Jane Austen's Pride and Prejudice എന്ന് പറഞ്ഞ നോവലിൽ നിന്നുള്ള ഒരു സെക്ഷൻ ആണ് അടുത്ത് തന്നിരിക്കുന്നത്. അതും തേർഡ് പേഴ്സൺ നരേഷൻ ആണ്, but it is not exactly the same. Let's read a little bit of that. When Jane and Elizabeth were alone, the former, who had been cautious in her praise of Mr. Bingley before, expressed to her sister just how very much she admired him. "He is just what a young man ought to be," said she, "sensible, good-humored, lively, and I never saw such happy manners, so much ease, with such perfect good breeding." "He is also handsome," replied Elizabeth,
which a young man ought likewise to be if he possibly can. His character is thereby complete. I was very much flattered by his asking me to dance a second time. I did not expect such a compliment. Did not you? I did for you. But that is one great difference between us. Compliments always take you by surprise and me never. What could be more natural than his asking you again? He could not help seeing that you were about 5 times as pretty as every other woman in the room. No thanks to his gallantry for that. Well, he certainly is very agreeable, and I give you leave to like him. You have liked many a stupider person. So this is the conversation between the two sisters, Jane and Elizabeth, in the novel Pride and Prejudice by Jane Austen. It's a 19th century novel. So here, what we can see is that, again, it is third person point of view. There is no I. Instead, we have Jane, Elizabeth, she admired him, Mr. Bingley, all that. He, she എന്നൊക്കെ പറഞ്ഞിട്ടാണ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത് എന്താണ്? ഐ എന്നൊക്കെ പറയുന്നത് കോൺവെർസേഷനിൽ വരുന്നുണ്ട് കേട്ടോ, ഡയലോഗിൽ വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഡിഫറെന്റ്. നെറേഷനിൽ ഐ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണെന്ന് പറയുള്ളൂ. അല്ലാതെ കോൺവെർസേഷനിൽ ഞാൻ, നീ എന്നൊക്കെ പറയുന്നതിൽ കുഴപ്പമില്ല, ഐ, യു എന്നൊക്കെ പറയുന്നുണ്ട്. സോ now what is interesting about this is that we see this from a very objective perspective. മറ്റാരോ കാണുന്ന പോലെയാണ്. ജെയിൻ എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എലിസബത്ത് എന്ത് ചിന്തിക്കുന്നു നമുക്കറിയില്ല. ജെയിൻ എന്ത് പറയുന്നു എന്നറിയാം, എലിസബത്ത് എന്ത് പറയുന്നു എന്നറിയാം. ഇവര് രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് മോർ ഡിറ്റാച്ച്ഡ്, മോർ ഒബ്ജക്റ്റീവ് വേ ഓഫ് പ്രസന്റിങ് തിങ്സ്. അപ്പൊ ഈ ദിസ് ഇസ് a different kind of third person narration, where it is not from the perspective of Jane, it is not from the perspective of Elizabeth, but rather it is from an objective perspective. It is also another form of this omniscient narrative, because rather than knowing only one person, this narrator knows what is happening everywhere. Jane, Elizabeth, അവരിരുന്ന് പറയുന്നു, അങ്ങനെയുള്ളത്. ഇനി there are also other kinds of third person narrative. So here Jane Austen employs the third person point of view. However, the perspective is not limited to the voice of any one character. This is an example of third person omniscient narration. But Jane അങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇനി ജെയിന്റെ കഥയും ആ നെറേറ്റർക്ക് നമുക്ക് പറഞ്ഞു തരാൻ അറിയാം. എലിസബത്ത് വേറെ വഴിക്ക് പോയാൽ എലിസബത്ത് എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, ആ കഥയും നമുക്ക് പറഞ്ഞു തരും. അല്ലാതെ ഒരു ക്യാരക്ടറിനെ മാത്രം ഫോളോ ചെയ്യുന്ന തരത്തിലല്ല ഈ നെറേറ്റീവ്. Some stories may even use mixed points of view. ഈ മിക്സ് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് പേഴ്സണും തേർഡ് പേഴ്സണും കൂടി മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ പല ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവ്, ഒരു ചാപ്റ്ററിൽ ഒരു ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവ്, അങ്ങനെയൊക്കെ ചില സ്റ്റോറീസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ഇവർ പറഞ്ഞിരിക്കുകയാണ്. ഹോം ഫയർ, a contemporary novel by Kamila Shamsi, a Pakistani writer, for example, is divided between 5 characters. 5 കഥാപാത്രങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഹോം ഫയർ എന്ന പേരുള്ള ഒരു പാകിസ്ഥാനി നോവൽ, കാമില ഷംസി എന്ന് പറഞ്ഞൊരു പാകിസ്ഥാനി റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു കണ്ടംപററി നോവൽ, സമകാലികമായിട്ടുള്ള വെരി റീസെന്റ് ആയിട്ടുള്ള ഒരു നോവലാണ് അത്. അതിൽ നമുക്ക് ഈ 5 ക്യാരക്ടേഴ്സിനെ കാണാം. ദ നോവൽ ഇസ് എ റീഇമാജിനിങ് ഇൻ കണ്ടംപററി ടൈംസ് ഓഫ് എ ഗ്രീക്ക് പ്ലേ നെയ്മഡ് ആന്റിഗണി. Antigone is the name of a ancient Greek play by the playwright Sophocles. സോഫോക്ലീസിന്റെ ആന്റിഗണി എന്ന് പറഞ്ഞ ഗ്രീക്ക് പ്ലേനെ കണ്ടംപററി ടൈംസിൽ, ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ റീഇമാജിൻ ചെയ്ത് എഴുതുന്ന ഒരു കഥയാണ് ഹോം ഫയർ. ആൻഡ് ദിസ് നോവൽ എംപ്ലോയ്സ് ദ തേർഡ് പേഴ്സൺ വോയിസ്. തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ബട്ട് the third person narrator views things through the eyes of 5 different characters: Isma, Aemon, Parvez, Anika, and Karamat. 2 chapters each are seen through the eyes of 4 characters and 1 of Anika. So, ഈ നോവലിൽ ഈ 5 കഥാപാത്രങ്ങൾ, ഇസ്മ, ഏമൺ, പർവേസ്, അനീക, കറാമത്ത് എന്ന് പറഞ്ഞ 5 കഥാപാത്രങ്ങളുടെ 5 മെയിൻ കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഓരോ ചാപ്റ്ററും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. പക്ഷെ അത് തേർഡ് പേഴ്സൺ ആണ്, ഫസ്റ്റ് പേഴ്സൺ അല്ല. ഞാൻ എന്ന് പറഞ്ഞിട്ടല്ല, പക്ഷെ ഹി അല്ലെങ്കിൽ ഷീ എന്ന് പറഞ്ഞിട്ടാണ് അത് കാണിക്കുന്നത്. പക്ഷെ ഒരു ചാപ്റ്ററിൽ ഇസ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഇസ്മയുടെ മാത്രം പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അനീക്കയുടെ ആണെങ്കിൽ അനീക്കയുടെ മാത്രമാണ് കാണുന്നത്. അപ്പൊ അതൊരു മിക്സഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഈ നോവലിൽ കാണുന്നത്. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ നോവൽ എഴുതുന്നത് മിക്സ് ചെയ്തിട്ട്?
This mixed perspective enables the novelist to offer a nuanced, balanced view of the tangled issues of love and jihadism and of mixed loyalties to the family, nation, and one's religious faith. അപ്പൊ ഈ കഥ, ഈ ഹോം ഫെയർ എന്ന് പറഞ്ഞ കഥയുടെ മെയിൻ തീംസ് ഇതൊക്കെയാണ്. ലവ് ആൻഡ് ജിഹാദിസം ആണ് അതിലെ മെയിൻ തീംസ്. അതുപോലെ തന്നെ മിക്സഡ് ലോയൽറ്റീസ്, ഒരാൾക്ക് ആരോടൊക്കെ ലോയൽറ്റി തോന്നാം. You have to feel loyalty to your family. You have to feel loyalty to your nation. You also have to feel loyalty to your religious faith. But it is all fine when these three loyalties do not conflict among themselves. ഫാമിലിയോടുള്ള നമ്മുടെ ലോയൽറ്റിയും രാഷ്ട്രത്തോടുള്ള ലോയൽറ്റിയും നമ്മളുടെ വിശ്വാസത്തോടുള്ള ലോയൽറ്റിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഈ നോവലിന്റെ ഒരു മെയിൻ തീം. നമുക്ക് എല്ലാവർക്കും വേണ്ട ലോയൽറ്റീസ് ആണ് ഇത് മൂന്നും. ഫാമിലിയോടും, നമ്മുടെ കുടുംബത്തോടും, രാഷ്ട്രത്തോടും, നമ്മുടെ വിശ്വാസത്തോടും, റിലീജിയസ് ഫെയ്ത്തിനോടുമുള്ള ആ ഒരു ലോയൽറ്റി. പക്ഷെ ഇത് മൂന്നും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ, ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും ഒരു ഇംബാലൻസ് വന്നാൽ, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ പറ്റിയാണ് ഈ കഥ. അപ്പൊ അതൊരു സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന കാര്യമല്ല. സപ്പോസ് യു ആർ ടോൾഡ് ദാറ്റ് യുവർ ബ്രദർ ഇസ് എ ടെററിസ്റ്റ്, and you should stop talking to that brother, you should stop loving your brother, you should stop supporting your brother in order to become a good citizen. Then what will you do? That is one of the questions. ആന്റിഗണി പ്ലേയിൽ പറയുന്നതും ഈ നോവലിൽ പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പലപ്പോഴും പല കഥകളിലും കാണാവുന്നതാണ്, ജീവിതത്തിലും നമുക്ക് കാണാവുന്നതാണ്. കാരണം സാധാരണ നിലയ്ക്ക് നമ്മൾ പറയും, ഓക്കെ, നല്ല സിറ്റിസൺ ആവണം, ടെററിസ്റ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. പക്ഷെ നമ്മുടെ സ്വന്തം ബ്രദറാണ്, അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അവരെ പറ്റിയിട്ടാണ് ടെററിസ്റ്റ് എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമോ? കാരണം ഇറ്റ് ഇസ് നമ്മളുടെ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ നമ്മളെ ബ്രദറിനോടോ സിസ്റ്ററിനോടോ നമ്മൾ കാണിക്കേണ്ട ഒരു ലോയൽറ്റി ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെ ആ ലോയൽറ്റി നമ്മൾ കാണിക്കാതിരിക്കും? പക്ഷെ ആ ലോയൽറ്റി കാണിച്ചാൽ രാഷ്ട്രത്തോട് കാണിക്കുന്ന ലോയൽറ്റി നമ്മൾ കാണിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് സംഭവിക്കുമ്പോൾ എന്താണ്, ഓരോരുത്തരുടെയും ഓരോ കഥാപാത്രങ്ങൾക്കും പറയാൻ ഓരോ കാര്യമുണ്ടാവും പറയാൻ. അവരുടെ അപ്പൊ ഒരു പെർസ്പെക്റ്റീവ്, അപ്പൊ ഫാമിലിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഇങ്ങനെയാണ് കാണേണ്ടത്, രാഷ്ട്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഇങ്ങനെയാണ് കാണുന്നത്. ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ നോക്കി കാണേണ്ടി വരും. അത്രയും ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള, അത്രയും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലുള്ള മിക്സ്ഡ് പെർസ്പെക്റ്റീവ് ഉണ്ടായാൽ വളരെ ഉപകാരമായിരിക്കും. ബിക്കോസ് ഇറ്റ് വിൽ ദെൻ സോൾവ് ഓർ ഇറ്റ് വിൽ അറ്റ്ലീസ്റ്റ് എലീവിയേറ്റ് ദ ഡേഞ്ചർ ഓഫ് ദ സിംഗിൾ സ്റ്റോറി. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സിംഗിൾ സ്റ്റോറിന്റെ ഡേഞ്ചറിനെ പറ്റിയിട്ടാണ്. സിംഗിൾ സ്റ്റോറി ആണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒന്ന് മാത്രമേ അറിയുള്ളൂ. ഇമാജിൻ, ഈ ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ഒരു കഥയാണ്, പക്ഷെ അതിൽ ഒരാളുടെ സൈഡിൽ നിന്ന് മാത്രമേ നമ്മൾ ഇത് കാണുന്നുള്ളൂ. നമ്മൾ പോലീസുകാരന്റെ സൈഡിൽ നിന്ന് മാത്രം കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ടെററിസ്റ്റിന്റെ സൈഡിൽ നിന്ന് മാത്രം കാണുന്നു. അങ്ങനെ ആവുമ്പോൾ അതിലെ നമ്മൾ ഒരുപാട് ന്യൂആൻസസ്, ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കോംപ്ലക്സ് ആയ കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോകും. പകരം ഒരു സൈഡ് നമ്മൾ സ്റ്റേറ്റിന്റെ, പോലീസിന്റെ സൈഡിൽ നിന്ന് കാണുന്നു ഒരു ചാപ്റ്റർ നമ്മൾ, അല്ലെങ്കിൽ ഒരു കുറച്ച് ഭാഗം നമ്മൾ ഫാമിലി മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് കാണുന്നു, മറ്റൊരു ഭാഗം നമ്മൾ ആ ടെററിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആളുടെ സൈഡിൽ നിന്ന് കാണുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ എന്തുണ്ടാവും, ആരുടെയും കഥ ഫുള്ളി 100% കംപ്ലീറ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പല കഥകൾ കൂടുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും സത്യത്തെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ എന്ന് നമ്മൾ പറയും. പഴയ ഒരു കഥയില്ലേ, ഈ ആനേനെ കാണാൻ വേണ്ടിയിട്ട് കണ്ണ് കാണാത്ത 4 പേര് പോയി, എന്നിട്ട് ഒരാൾ ആനയുടെ ചെവി പിടിച്ചിട്ട് പറഞ്ഞു അതാണ് ആന, വേറൊരാള് കാല് പിടിച്ചിട്ട് പറഞ്ഞു, വേറൊരാൾ വാല് പിടിച്ചിട്ട് പറഞ്ഞു. ഇറ്റ്സ് എ വെരി ഫേമസ് സ്റ്റോറി, നമ്മൾ കുട്ടികളാവുമ്പോൾ സ്ഥിരം പറയുന്നതാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി it is actually a story which we say about the nature of truth, how one perspective will not be able to, a single perspective will not be able to tell you the whole truth എന്ന് പറയുന്ന ഒരു കഥയാണ്. കുറച്ചൊക്കെ ആ രീതിയിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. If there is only a single story, it is like having only a single perspective. So now what is the importance of this perspective? പലതരം പെർസ്പെക്റ്റീവ് ഉണ്ടാവുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? The perspective which a writer chooses for his story is determined by what his reasons are in writing the book and how he wants the story to develop. And this in turn would come to have a bearing on the meaning and worldview of the text. എന്തിനാണ്
ഒരു നോവലിസ്റ്റ്, എന്തിനാണ് ഒരു എഴുത്തുകാരൻ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാമെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് പേഴ്സണിൽ എഴുതാമെന്ന് തീരുമാനിക്കുന്നത്? അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്? എന്തിനാണ് ഈ ബുക്ക് എഴുതുന്ന അയാള്? ആ ബുക്ക് എഴുതുന്നതിലൂടെ അയാൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഹൗ ഹി വാണ്ട്സ് എ സ്റ്റോറി ടു ഡെവലപ്പ്, ഹി ഓർ ഷീ. ഓക്കെ, അല്ലാതെ ദാറ്റ് ഇസ് അഗെയിൻ എ സിംഗിൾ സ്റ്റോറി ഇഫ് വി സേ ദാറ്റ് ദ റൈറ്റർ ഇസ് ഓൾവേസ് ഹി. ബട്ട് എനിവേ, ഹൗ ഹി വാണ്ട്സ് എ സ്റ്റോറി ടു ഡെവലപ്പ്, ആ കഥ എങ്ങനെയാണ് ഡെവലപ്പ്, എന്തിനാണ് ആ കഥ എഴുതുന്നത്, ആ കഥ എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെ? അതൊക്കെ ഡിറ്റർമിൻ ചെയ്യും ഏത് പെർസ്പെക്റ്റീവിൽ നിന്ന് എഴുതണമെന്ന്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ റീസൺസും ആ ഒരു റൈറ്റർ എഴുതിയ പെർസ്പെക്റ്റീവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കഥയുടെ തന്നെ അൾട്ടിമേറ്റ് മീനിങ് എന്താണ്, വാട്ട് ഈസ് ദ വേൾഡ് വ്യൂ ഓഫ് ദ ടെക്സ്റ്റ്. വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റ് വേൾഡിനെ പറ്റി എന്ത് വ്യൂ ആണ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, വാട്ട് വ്യൂ ഓഫ് ദ വേൾഡ് ഡസ് ദാറ്റ് ടെക്സ്റ്റ് പുട്ട് ഫോർവേഡ്. ലോകത്തെ പറ്റി എന്താണ് ആ ടെക്സ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുമ്പോൾ വെറുതെ നമ്മൾ വായിച്ചു പോവല്ല, പകരം അതിൽ നോക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. വൺ ഓഫ് ദ തിങ്സ് വി ക്യാൻ ലുക്ക് അറ്റ് പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ ആരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ എഴുതാനുള്ള കാരണം എന്തായിരിക്കാം, അവിടെ വെച്ചിട്ട് നമ്മൾ തുടങ്ങാം. ഇനി അവിടെ വെച്ച് നമ്മൾ നിർത്തുന്നില്ല. ആരുടെ പെർസ്പെക്റ്റീവ് നിന്നാണ്? ഓക്കെ, ഇന്ന കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്, അതിനുള്ള കാരണം ഇതായിരിക്കാം, ഇന്ന കാര്യങ്ങളായിരിക്കാം ആ നോവലിസ്റ്റ് ഈ നോവലിലൂടെ ലോകത്തോട് പറയാൻ ശ്രമിക്കുന്നത്. അത്രയും നമ്മൾ ആദ്യം അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അവിടെ നിർത്തരുത്. നമ്മൾ അവിടെ നിർത്തിയാൽ എന്താണ്? സിംഗിൾ സ്റ്റോറി ആയിട്ട് മാറും. പിന്നെയും even when a story or a novel privileges the point of view of a certain character or of certain characters, the voices of the other characters may also come through in the narrative. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കഥയില് ഒരു കഥാപാത്രത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ കാണുന്നെങ്കിൽ പോലും ആ കഥയിൽ മറ്റ് കഥാപാത്രങ്ങളുണ്ട്, അവർക്കും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. അത് ഈ കഥയിൽ വരുന്നില്ല എന്ന് മാത്രം. കൃത്യമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ലിറ്ററൽ ആയിട്ട് ആ ഓതർ പറഞ്ഞിട്ടില്ലെങ്കിലും ചില സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് തെറ്റാണെന്ന് മറ്റൊരു ക്യാരക്ടർ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഈ മെയിൻ ക്യാരക്ടർ വളരെ ഹീറോയിക് ആയിട്ട് പെരുമാറിയാലും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മറ്റൊരു ക്യാരക്ടർ ആയിരിക്കും. ഇതെല്ലാം നമുക്ക് ആ കഥയുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആ കഥാപാത്രങ്ങൾക്ക്, ആ സൈഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ വോയിസ് ഇല്ലാത്ത, പോയിന്റ് ഓഫ് വ്യൂ ഇല്ലാത്ത ക്യാരക്ടേഴ്സിന് പറയാനും പലതും ഉണ്ടാവും. അവരുടെ വോയിസസ് ആക്ച്വലി ലിറ്ററലി അതിലില്ലെങ്കിലും ആ കഥ വായിക്കുമ്പോൾ those voices may come through. That means you will be able to read and interpret their voices as well. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്തണോ? ആർ യു ഗൈസ് ടയേർഡ്? ഓൾമോസ്റ്റ് 1 hour ആയി നമ്മൾ തുടങ്ങിയിട്ട്. So we'll try to quickly finish this part. For example, I പറഞ്ഞ ഇതാണ്. There is a Nigerian novelist named Chinua Achebe. വേറൊരു Nigerian novelist ആണ്, male novelist ആണ് Chinua Achebe. His debut novel, debut means his first novel, Things Fall Apart, employs the third person omniscient point of view, which gives importance to the perspective of the protagonist Okonkwo, but the voices of the other characters also find space in the narrative. ചിനുവ അച്ചീബി എന്ന് പറയുന്ന നൈജീരിയൻ നോവലിസ്റ്റിന്റെ തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന പേരുള്ള നോവൽ അയാളുടെ ഫസ്റ്റ് നോവലാണ്. അതിലെ തേർഡ് പേഴ്സൺ ഒംനീഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് അതിലെ പ്രൊട്ടാഗണിസ്റ്റ്, അതിലെ നായകനായ ഒക്കോങ്കു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ നൈജീരിയൻ പേരാണ്. അയാളുടെ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ കാണുന്നതെങ്കിലും മറ്റ് കഥാപാത്രങ്ങളുടെ വോയിസസ് അതിനിടയിൽ കൂടെ കയറി വരുന്നുണ്ട്. Hence, this novel has been described by critics as dialogic and polyphonic. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് polyphonic means many voiced. It is a term used by the Russian critic Mikhail Bakhtin in his analysis of the works of the Russian novelist Dostoevsky. അപ്പൊ അതില് ബക്തിൻ ഡസ്റ്റോസ്കിന്റെ വർക്ക്സിനെ പറ്റി പറയാൻ ഉപയോഗിച്ച്, അതിനെ അനലൈസ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു ടേം ആണ് പോളിഫോണിക്. അതുപോലെ പോളിഫോണിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ മറ്റൊരു ടേം ആണ് ഡയലോജിക്. Dia means two, monologue, dialogue. Mono means one, dia means two, and logos means speech. So monologue എന്ന് നമ്മൾ പറയും, നാടകത്തിലൊക്കെ മോണലോഗ് നമ്മൾ പറയും. അതെന്താണ്? when only one character is speaking. ഒരാൾ മാത്രം സംസാരിക്കുന്നതിനെ നമ്മൾ മോണലോഗ് എന്ന് പറയും. 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ when it is a conversation between 2 people we call it a dialogue.
two people are speaking എന്നുള്ള അർത്ഥത്തില്. അപ്പോ ഈ നോവലിനെ ഡയലോജിക് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വോയിസ് മാത്രമല്ല, ആ മെയിൻ ആയിട്ട് സംസാരിക്കുന്ന ആളോട്, മെയിൻ ആയിട്ടുള്ള ആ പെർസ്പെക്റ്റീവിനോട് കലഹിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നതോ ആയ മറ്റ് ശബ്ദങ്ങളും ആ നോവലിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഡയലോജിക് അല്ലെങ്കിൽ പോളിഫോണിക് എന്ന് വിളിക്കുന്നത്. പല ശബ്ദങ്ങളുണ്ട്, എല്ലാം ഒരേപോലെ സ്ട്രോങ് ആയിരിക്കണമെന്നില്ല. ചിലതൊക്കെ വീക്ക് ആയിട്ടുള്ള ശബ്ദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അധികം കേൾക്കാത്ത ശബ്ദങ്ങളായിരിക്കാം, പക്ഷെ ആ ശബ്ദങ്ങൾ അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. Achebe was portraying the Igbo society. Igbo എന്ന് പറഞ്ഞ ഒരു നൈജീരിയൻ ട്രൈബിന്റെ പേരാണ്. Achebe was portraying the Igbo society in a period of transition. The novel shows the cultural confrontation between the British colonizers and the Igbo people. ഇതാണ് അതിന്റെ നോവലിന്റെ കഥ. The novelist wants to portray the Igbo society as objectively as possible, and hence he allows the perspectives of minor characters too to emerge in the narrative, so that his readers get a balanced, nuanced view of Igbo culture. അപ്പൊ നൈജീരിയയിലെ ഒരു ട്രൈബാണ് ഇഗ്ബോ എന്ന് പറയുന്നത്. ആ ട്രൈബിന്റെ കഥ ആണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ കോളനൈസ് ചെയ്യാൻ വരുമ്പോൾ അവരുമായുള്ള കൺഫ്രണ്ടേഷനിൽ, അവരുമായുള്ള ആ ഒരു ബാറ്റിൽ, ആ ഒരു കൾച്ചറൽ ബാറ്റിലാണ്, അവരുടെ കൾച്ചർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ഇവർ നടത്തുന്ന ആ ഒരു ഇതാണ്. അതില് ഈ ഇഗ്ബോ സൊസൈറ്റിനെ, ആ ഒരു കഥയാണ് പറയുന്നത്. അപ്പൊ ആ ഇഗ്ബോ സൊസൈറ്റിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് കാണിക്കാൻ ഒരാളുടെ മാത്രം പെർസ്പെക്റ്റീവ് കാണിച്ചാൽ അത് ഒബ്ജക്റ്റീവ് ആവില്ല, അത് വളരെ സബ്ജക്റ്റീവ് ആവും. അതുകൊണ്ടാണ് നോവലിസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഓരോ മൈനർ ക്യാരക്ടേഴ്സിന്റെ പോലും പെർസ്പെക്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ അദ്ദേഹം അനുവദിക്കുന്നു. അപ്പൊ വായനക്കാർക്ക് എന്താണ്, ഇഗ്ബോ കൾച്ചറിനെ പറ്റി വളരെ ബാലൻസ്ഡ് ആയിട്ട് ഒരു ഐഡിയ കിട്ടുകയാണ്. So that was an example given for a polyphonic novel. Novels, given their magnitude and character diversity, we may say with Bakhtin, are inherently polyphonic in character, unlike the epic which presents a more homogeneous worldview. ഇപ്പൊ നോവലുകൾക്ക് പൊതുവെ ഒരുപാട് കഥാപാത്രങ്ങളും ഒരു ക്യാരക്ടർ ഡൈവേഴ്സിറ്റി, പലതരം ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ മാഗ്നിറ്റ്യൂഡ്, നോവൽസ് ആർ യൂഷ്വലി വെരി ലോങ്. അപ്പൊ അവരുടെ ലെങ്ത്, അവരുടെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട്, അവരുടെ ആ വലിപ്പം വെച്ചിട്ടും അതിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ക്യാരക്ടേഴ്സ്, പലതരം ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ടും നമുക്ക് പറയാം ഇൻഹെറന്റ്ലി നോവൽസിന് ഒരു പോളിഫോണിക് ക്യാരക്ടർ ഉണ്ട്. ഒരു സിംഗിൾ പെർസ്പെക്റ്റീവിൽ നിന്ന് എഴുതിയ കഥയാണെങ്കിൽ പോലും അതിൽ പല കഥാപാത്രങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ ഓരോ കഥാപാത്രത്തിന്റെയും പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പൊ ഒരു ഇൻഹറന്റ് പോളിഫോണി ആ നോവലിൽ ഉണ്ട്. Whereas the epic, പഴയകാലത്തെ എപ്പിക് എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടി ഇറ്റ് പ്രസൻസ് എ മോർ ഹോമോജിനസ് വേൾഡ് വ്യൂ എന്നാണ് ഭക്തിൻ പറഞ്ഞിരിക്കുന്നത്. എപ്പിക്കും ലോങ് ആണ്, എപ്പിക്കിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്നാലും എപ്പിക്കിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഒരേ തരം വേൾഡ് വ്യൂ ആണ്, ഒരേ തരം കാര്യങ്ങളാണ്. Somebody said something. Ma'am, may I ask a doubt? Yes, Anasuya, please. This method of writing a novel with different perspectives also is used to increase the public acceptability of the book, right? See, that depends on whether the different perspectives are publicly acceptable, right? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെററിസ്റ്റിന്റെ സൈഡിൽ നിന്ന് ഒരു പെർസ്പെക്റ്റീവ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ബുക്ക് പബ്ലിക്ലി അൺആക്സെപ്റ്റബിൾ ആവാനാണ് സാധ്യത. അപ്പൊ അത് എപ്പോഴും അങ്ങനെ ആണെന്നില്ല. ചില സമയത്ത് പബ്ലിക് ആക്സെപ്റ്റബിലിറ്റി ഉണ്ടാവാം, ചില സമയത്ത് ഈ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവുമ്പോൾ തന്നെ എന്താ വെച്ചാൽ ആ ആക്സെപ്റ്റബിലിറ്റി നമുക്ക് നഷ്ടപ്പെടാനും സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വി കനോട്ട് ഓൾവേസ് സേ ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് ബൈ ഹാവിങ്, ഓക്കെ, like if it is handling a sensitive topic, the author would be mostly compelled to write with a number of perspectives. Otherwise, these books can start to be a next public issue. That is also possible. അത് രണ്ട് സൈഡിൽ രണ്ട് രീതിയിലും നമുക്ക് നോക്കാം. If it is a sensitive topics, maybe if it is a sensitive topic, like Anasuya pointed out, maybe the author will add an extra different perspective to kind of soothe everybody and say that, okay, it is, I'm not going to say something very radical. This is one perspective, but actually that is not what I believe. It is something else. There are other perspectives also possible. That's actually a very, very interesting point that you raised. Just by having a lot of perspectives doesn't mean that the all perspectives are given equal weight. അതും നമുക്ക്
ഇനി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഒരു കഥയിൽ തന്നെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഹോം ഫയർ എന്ന് പറഞ്ഞ കഥയിൽ അവർ പറയുന്നുണ്ട് 4 ക്യാരക്ടേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സും അവസാനത്തെ ക്യാരക്ടർ 5ാമത്തെ ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരു ചാപ്റ്ററും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദീസ് ചാപ്റ്റേഴ്സ് ആർ പ്രസന്റഡ് അല്ലെ. അപ്പൊ ചില സമയത്ത് ജസ്റ്റ് ബൈ ഹാവിംഗ് മെനി ക്യാരക്ടേഴ്സ് സ്പീക്കിംഗ് ഇറ്റ് ഡസന്റ് നെസസറിലി മീൻ ദാറ്റ് ഈച്ച് പേഴ്സൺസ് സ്റ്റോറി ഈസ് ഗിവൺ ഈക്വൽ വെയിറ്റേജ്. അതിന് പല ടെക്നിക്കുകളും ഓതേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ 5 ക്യാരക്ടറിൽ ആർക്കാണ് ഓതർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. ചില സമയത്ത് കൂടുതൽ ചാപ്റ്റേഴ്സ് കിട്ടുന്ന ആളുകൾക്കായിരിക്കും ഇമ്പോർട്ടൻസ്. പക്ഷെ ചില സമയത്ത് ഇപ്പൊ പറഞ്ഞ കഥയിലെ പോലെ ആദ്യം മറ്റ് 4 ക്യാരക്ടേഴ്സിന്റെ കഥ പറഞ്ഞിട്ട് അവസാനം കൊടുക്കുന്ന ഒരു സമ്മിങ് അപ്പ് പോലെയാണല്ലോ. ലാസ്റ്റ് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പല രീതിയിലും ആയിരിക്കാം. ചില സമയത്ത് ഒരു കഥ പല ക്യാരക്ടേഴ്സ് പറയുന്നുണ്ടാവും, പക്ഷെ ഒരു ക്യാരക്ടർ ആയിരിക്കും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. അപ്പൊ അവരുടെ സംസാരം, അവരുടെ പെർസ്പെക്റ്റീവ് മറ്റെല്ലാവരുടെ പെർസ്പെക്റ്റീവിനെയും ഫ്രെയിം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു പോസിബിലിറ്റി ആണ്. അല്ലെങ്കിലും ഈവൺ അതർവൈസ് നമുക്ക് ഇതിനെ നമുക്ക് സൊസൈറ്റിയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. ഈ നോവലിൽ പറയുന്ന കാര്യങ്ങളും ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവും സൊസൈറ്റിയിൽ ആക്ച്വലി നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് സൊസൈറ്റിയിൽ ഇതിൽ ചില പെർസ്പെക്റ്റീവ്സ് ഡോമിനന്റ് ആയിരിക്കും, ചിലത് അത്രയ്ക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള ചില പൊസിഷൻസും ഉണ്ടാവും, പവർലെസ് ആയിട്ടുള്ള ഉണ്ടാവും. We will talk about that in more detail in the next class. But it is a very important question that Anasuya has asked, which is that just by having many perspectives, it doesn't mean that even if you are presenting many different stories, it doesn't mean that all stories will have equal weightage. All stories will have equal importance. Yes. Any more questions? I think we can kind of stop here for now. Okay. Now after this, the last paragraph in the text, in that section, talks about a Japanese film called Rashomon. I will try to find the film and I will try to make it available for you. So maybe in the next class we will talk about that film, or maybe after a while we will talk about it. Ipo so far parnadu namukku idu vechittu I hope, yeah, Riya ma'am, all these depends on the ideology of the author, right? Yes, obviously ideology of the author is very important. Now what is interesting is that ഞാൻ ഒരു കഥ എഴുതാണ്. അപ്പോ ഞാനത് പ്രസന്റ് ചെയ്യുന്നത് എന്റെ ഐഡിയോളജി അനുസരിച്ചായിരിക്കും എന്തായാലും. അപ്പൊ ഞാനത് വളരെ ഒബ്ജക്റ്റീവായി കാണിക്കാൻ ശ്രമിച്ചാൽ പോലും അതിലേക്ക് എന്റെ ഐഡിയോളജി എന്തായാലും കടന്നു വരും. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ വിശ്വാസങ്ങളും ഞാൻ ലോകത്തെ കാണുന്ന ആ ഒരു എന്റെ വേൾഡ് വ്യൂവും, ഞാൻ ലോകത്തെ ഏത് വീക്ഷണകോണിൽ നിന്നാണ് കാണുന്നത്, ലോകത്തെ പറ്റിയുള്ള എന്റെ അഭിപ്രായം എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. ഐ തിങ്ക് യു ഹാവ് എ സെക്ഷൻ ഓൺ ഐഡിയോളജി വിച്ച് യു മസ്റ്റ് ഹാവ് സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് ഓൾസോ. അപ്പൊ ഈ ഐഡിയോളജി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഈ പോളിഫോണിക് ടെക്സ്റ്റിലെ പ്രത്യേകത, അല്ലെങ്കിൽ ടെക്സ്റ്റിലെ പോളിഫോണി നമ്മൾ സ്റ്റഡി ചെയ്യാന്ന് പറയുമ്പോൾ ഓതർ നമുക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഐഡിയോളജിക്ക് പുറമെ എന്തുണ്ട് അതിൽ എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. കാരണം ഡോമിനന്റ് ഐഡിയോളജി ഉണ്ടാവും. ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് മോർ പവർഫുൾ, ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങളുടെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ആ കഥാപാത്രങ്ങൾക്ക് ഒരു ഐഡിയോളജി ഉണ്ടാവും. അത് ചിലപ്പോൾ ഓതറിന്റെ ഐഡിയോളജിയുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒന്നായിരിക്കാം. പക്ഷെ നമ്മൾ ഇതിലെ കൊച്ചു കൊച്ചു കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇതിലെ ഇമ്പോർട്ടന്റ് അല്ലാത്ത മൈനർ ക്യാരക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ മെയിൻ ഐഡിയോളജി അല്ലാതെ ഇന്നർ മീനിങ് ആവാം, ഇന്നർ മീനിങ് ആവണമെന്നില്ല. അതായത് ചിലപ്പോൾ ഓതർ ഉദ്ദേശിക്കാത്തൊരു മീനിങ് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സം ഓഫ് യു മേ ബി ഫെമിലിയർ വിത്ത് ദീസ് stories. Okay, I think those of you who have read Malayalam literature or who have studied Malayalam literature may be familiar with this novel by M.T. Vasudevan Nair called Randamoolam. Randamoolam is a Malayalam novel by M.T. Vasudevan Nair, which is based on the story of the Hindu epic, the Mahabharata. Mahabharatam ennu parayunna Hindu epic ne base ചെയ്തിട്ടാണ് Randamoolam ennu parayunna novel. കുറെ പേര് ചാടി വരുന്നുണ്ട്, yes ma'am എന്ന് പറഞ്ഞിട്ട്. I am happy that many of you are familiar with it. പക്ഷെ what is special about Randamoolam? It is not just telling the same story
ഓഫ് മഹാഭാരത. ഒരേ കാര്യങ്ങളാണ് പറയുന്നെങ്കിലും ഇറ്റ് ഇസ് ടോൾഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് വൺ ക്യാരക്ടർ, ദാറ്റ് ഇസ് ഭീമ. മഹാഭാരതത്തിലെ 5 പാണ്ഡവര് എന്ന് പറയുന്ന അതിലെ ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ കഥ മുഴുവൻ നമ്മൾ കാണുന്നത്. സാധാരണ നിലയ്ക്ക് മഹാഭാരതം നമ്മള് ട്രഡീഷണലി വായിക്കുമ്പോൾ ഒരു മൈനർ ക്യാരക്ടറാണ് ഭീമൻ. ഭീമന് വളരെ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെങ്കിലും ഭീമൻ ഇസ് നോട്ട് ദ മെയിൻ ക്യാരക്ടർ. നമ്മൾ പലപ്പോഴും അർജുനന്റെ സൈഡിൽ നിന്നോ കൃഷ്ണന്റെ സൈഡിൽ നിന്നോ അങ്ങനെ വേറെ പല രീതിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ കഥ വായിക്കുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ MT ഭീമന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ കഥ നമുക്ക് റീവർക്ക് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുക? ആ ട്രഡീഷണൽ ഒറിജിനൽ കഥയില് പവർലെസ് ആയിരുന്ന, അല്ലെങ്കിൽ പവർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയാൻ പവർലെസ് ആയിരുന്നു ഭീമന്റെ കഥ. ഭീമനെ എല്ലാവരും കളിയാക്കാണ്, കുറെ ഭക്ഷണം കഴിക്കും, തടിമാടൻ എന്നൊക്കെ പറഞ്ഞിട്ട്, മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കിയിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എഴുതിയപ്പോ പെട്ടെന്ന് പലരെ, ഇപ്പൊ കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന കഥാപാത്രത്തിനെ വളരെ കണ്ണിങ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പല ക്യാരക്ടേഴ്സിനെയും വളരെ ഹീറോയിക് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല ക്യാരക്ടേഴ്സിനെയും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റൊരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വേ ഓഫ് പ്രസന്റിങ്. അതുപോലെ തന്നെ ഒരു വടക്കൻ വീരഗാഥ എഗെയിൻ MTന്റെ ആണ്. നിങ്ങൾ സിനിമ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പലരും. അതിലെന്താണ്, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ചില കഥാപാത്രങ്ങളുണ്ട്. ഈ ഉണ്ണിയാർച്ച, ആരോമൽ ചേകവർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വടക്കൻ പാട്ടുകളിലെ ഹീറോസ് ആണ്. വടക്കൻ പാട്ടിലെ വില്ലൻ ആയിട്ടുള്ള നമ്മളുടെ ചതിയൻ ചന്തു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ കഥ, ഈ സിനിമ നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് മമ്മൂട്ടിയെ പോലെ ഒരു വലിയ നടൻ അതിൽ അഭിനയിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ നടന്റെ ആ ഒരു സ്റ്റാർഡം കൂടി ആ ക്യാരക്ടറിലേക്ക് വരണം. ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് രീതിയിലാണ് പെർസ്പെക്റ്റീവ് നമ്മൾ കാണിക്കുന്നതും അതുപോലെ ഐഡിയോളജി കാണിക്കുന്നതും എല്ലാം. അപ്പൊ അതിലേക്ക് നമുക്ക് കുറെ കൂടി ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാൻ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാവുന്ന കാര്യം ഇതാണ്, ഓഥർ ഉദ്ദേശിക്കുന്നത് അല്ലാതെയും പല പെർസ്പെക്റ്റീവ്സും അതിലുണ്ടാവും. അപ്പൊ നിങ്ങൾ ഏതൊരു സിനിമ കാണുമ്പോഴും ഏതൊരു കഥ വായിക്കുമ്പോഴും നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഇതാണ്, ഓഥർ ഇസ് ട്രൈങ് ടു ടെൽ യു സംതിങ്. പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും, പെട്ടെന്ന് നമ്മൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാനും സാധ്യത ഉണ്ട്. Once you do that, then you think about it. What about the minor characters? What about the villain? What if the villain was actually the hero? What if the heroine was actually the main character? അങ്ങനത്തെ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ കഥയെ പറ്റിയിട്ട് ചിന്തിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എന്താവുന്നത്, ഈ കഥ പോളിഫോണിക് ആയി മാറുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരേ രീതിയിൽ സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് ഈ കഥനെ കാണുന്നത്. But when you are able to understand that each character might have their own story, then you can see it as polyphonic. Is that clear? Any more doubts or anything more that you want to add? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യണമെന്നില്ല, യു ക്യാൻ സ്പീക്ക് ഓൾസോ. ഓക്കെ, സോ ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്കിപ്പോ തൽക്കാലം പിരിയാം. ഞാൻ ഇതിന്റെ റെക്കോർഡിംഗ് അയച്ചു തരാം. സോ ദോസ് ഹു ആർ അൺഏബിൾ ടു അറ്റൻഡ് ക്യാൻ ഓൾസോ വാച്ച് ഇറ്റ്. ആൻഡ് മറ്റു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഐ തിങ്ക് ഐ വിൽ നൗ ജസ്റ്റ് സ്റ്റോപ്പ് റെക്കോർഡിംഗ്.